നമസ്കാരം. 2021 ജൂലൈയിൽ LLB വിദ്യാർത്ഥിനിയായ ദൃശ്യ എന്ന 21-കാരിയെ കൊലപ്പെടുത്തിയ വിനീഷിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി, ഡിസംബർ 29 രാത്രി 11 മണിയോടുകൂടി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചുവർ തുരന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിനീഷ് ഇത്തരത്തിൽ രക്ഷപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല, രണ്ടാം തവണയാണ്. 2022 ഒരിക്കൽ ഇയാൾ ഇതേ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ തടവ് ചാടിയിരുന്നു. കുറ്റാരോപിതനും പ്രതിയുമായതുകൊണ്ട് തന്നെ തടവ് ചാടിയിരുന്നു എന്ന് തന്നെ വേണം ഇയാളെ പറയുവാൻ. ഇയാൾ മാനസികാരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നെങ്കിൽ പോലും ഒരു മാനസിക രോഗി ഇത്രയും ആസൂത്രിതമായി തടവ് ചാടുമോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സംഭവം സംബന്ധിച്ചൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2021 ജൂലൈയിൽ ഇയാളുടെ പ്രണയം നിരസിച്ചതിനെ തുടർന്ന് അതിൻ്റെ പകയിൽ ഈ LLB വിദ്യാർത്ഥിനിയായ 21-കാരിയായ ദൃശ്യയെ ഇയാൾ കൊലപ്പെടുത്തുക മാത്രമല്ല, ദൃശ്യയുടെ പിതാവായ ബാലചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കടയും ഇയാൾ തീയിട്ടു. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ, ഒരു ഓട്ടോ ഡ്രൈവറാണ് അയാളുടെ ഓട്ടോയിൽ കയറിയ പ്രതിയെ വളരെ തന്ത്രപൂർവ്വം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പിടിയിലാക്കുന്നത്. അതേ തുടർന്നാണ് 2022 ഇയാൾ വീണ്ടും ആദ്യം ചാടി പോകുന്നതും പിന്നെ ധർമ്മസ്ഥലയിൽ വെച്ച് പിടിയിലായി തിരികെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കപ്പെട്ട അവസ്ഥയിൽ ഇന്നലെ വീണ്ടും തടവ് ചാടുന്നതും. ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഈ പ്രതി ഒരു മാനസിക രോഗിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാം, അല്ലാതിരിക്കാം എന്നുള്ളതാണ് ഒരു പൊതു നിരീക്ഷണം. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ചിലപ്പോൾ പ്രതി മാനസിക രോഗി തന്നെയായിരിക്കും. പക്ഷേ ഒരു മാനസിക രോഗിയായ ഒരാൾക്ക് ഇത്രയും തന്ത്രപരമായി ചുവർ തുരന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഉയരുന്നുണ്ട്. ഇനി മറുവശത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സുരക്ഷയാണ് ഇയാൾ ഒരിക്കൽ ചാടിപ്പോയ ഈ പ്രതി വീണ്ടും ചാടിപ്പോവാതിരിക്കുവാനായി ഈ വിനീഷിനെ തടവിലാക്കാൻ അല്ലെങ്കിൽ തടവിൽ സൂക്ഷിക്കുവാൻ പോലീസുകാർ ഒരുക്കിയിരുന്നത്, അല്ലെങ്കിൽ നിയമ സംവിധാനം ഒരുക്കിയിരുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം അത്ര നിസ്സാരമായിട്ടാണോ ഇത്തരം പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്തരത്തിൽ തടവ് ചാടി പോകുന്ന ആദ്യത്തെ പ്രതിയല്ല വിനീഷ്. കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമി തടവ് ചാടിയിട്ട് അധികം നാളായിട്ടില്ല. അയാൾ പിടിയിലായി, പക്ഷെ തടവ് ചാടി എന്നുള്ളത് വസ്തുതയാണ്. അതും ഇതുപോലൊരു തുരങ്കം നിർമ്മിച്ചാണ് ഗോവിന്ദച്ചാമിയും തടവ് ചാടിയതെന്ന് പറയപ്പെടുന്നു. പുറത്തു വരുന്ന വിവരങ്ങളും അല്ലെങ്കിൽ പോലീസുകാർ മാധ്യമങ്ങളുമായി പങ്കുവച്ച വിവരങ്ങളും അതാണ്. ഗോവിന്ദച്ചാമിയിൽ നിന്ന് വിനീഷിലേക്ക് വന്നാൽ വിനീഷും വളരെ നിസ്സാരമായി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭിത്തി തുരന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ വളരെ നിസ്സാരമായിട്ടാണോ ഇത്തരത്തിലുള്ള കൊലക്കേസ് പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിൽ വിനീഷ് എത്രയും പെട്ടെന്ന് പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാരണം പെരിന്തൽമണ്ണയിൽ നടന്ന ഈ ദൃശ്യയുടെ കൊലപാതകം എന്ന് പറയുന്ന ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുതയായിരുന്നു. കാരണം 21 വയസ്സുള്ള LLBക്ക് പഠിക്കുന്ന മിടുക്കിയായൊരു വിദ്യാർത്ഥിനി കേവലം ഒരാളുടെ പ്രണയം നിരസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനോ കഴിയുന്നൊരു വസ്തുതയല്ല. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുക മാത്രമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കടയ്ക്ക് തീയിടുകയും കൂടി ചെയ്തിട്ടാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. അതിനുശേഷമാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എന്നുള്ള രീതിയിൽ ഇയാൾ എത്തപ്പെടുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങളും പശ്ചാത്തലങ്ങളും എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും നാട്ടുകാർക്ക് ഏറെ ആശങ്കകളും ചോദ്യങ്ങളുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ ആശങ്കകളും ചോദ്യങ്ങളും നിലനിൽക്കെ തന്നെ പ്രതി രക്ഷപ്പെട്ടു, അയാൾ എപ്പോൾ പിടിയിലാകുമെന്നുള്ള പുതിയ ചോദ്യവും മുന്നോട്ട് വയ്ക്കുകയാണ് നാട്ടുകാർ. അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും അത്തരത്തിലുള്ളൊരു ചോദ്യത്തിൽ നിന്ന് മുക്തരാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വിനീഷ് ചാടിപ്പോയിരിക്കുന്നു, കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭിത്തി തുറന്ന് ചാടിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമസ്കാരം.